സംസ്ഥാനത്തെ ഗസ്റ്റ് ഹൗസുകൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുകയാണ്. 24 ഗസ്റ്റ് ഹൗസുകളും 13 യാത്രീ നിവാസികളും ടൂറിസം വകുപ്പ് അടിസ്ഥാന സൗകര്യ വികസനവും അറ്റകുറ്റപ്പണികളും നടത്തി നവീകരിക്കുകയാണ്. ഇവയെ പുതിയ കാലത്തിന് അനുസരിച്ച് പുതുമോടിയിലാക്കി പുതിയ ബ്രാൻഡിംഗ് കൊണ്ടുവരികയാണ് ലക്ഷ്യം. സർക്കാർ ഉദ്യോഗസ്ഥരും പ്രാദേശിക ടൂറിസ്റ്റുകളുമാണ് ഗസ്റ്റ് ഹൗസുകളിലും യാത്രീ നിവാസികളിലും താമസക്കാരായി പ്രധാനമായും എത്തുന്നത്. എന്നാൽ വിദേശ വിനോദസഞ്ചാരികളെ കൂടി ഇവിടേക്ക് ആകർഷിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതനുസരിച്ച് ഗസ്റ്റ് ഹൗസുകളും യാത്രീ നിവാസികളും കെട്ടിലും മട്ടിലും മാറുകയാണ്. ലാൻഡ്സ്കേപ്പിംഗും കെട്ടിടത്തിന്റെ നവീകരണവും അടക്കമുള്ള പുറം പരിഷ്കാരങ്ങൾക്കൊപ്പം അകവും നൂതനമാവുകയാണ്. ആധുനിക സൗകര്യങ്ങളുള്ള മുറികൾ, സ്റ്റൈലിഷായ സൈൻ ബോർഡുകൾ, മെനു കാർഡ്, ലിനൻ ടേബിൾ മാറ്റുകൾ, കർട്ടനുകൾ, മികച്ച ക്രോക്കറി, കട്ട്ലറുകൾ എന്നിവയെല്ലാം വരും. ഭക്ഷ്യസുരക്ഷയുടെ അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡായ ISO 22000 സർട്ടിഫിക്കറ്റ് നേടുകയാണ് ലക്ഷ്യം. മികച്ച ഭക്ഷ്യസുരക്ഷാ സംവിധാനവും മികച്ച ആതിഥ്യ മര്യാദയും അടിസ്ഥാന സൗകര്യവും ഉറപ്പാക്കുകയാണ് ഉദ്ദേശം. പഴയ ബ്രിട്ടീഷ് റെസിഡൻസിയായ കൊല്ലം ആശ്രാമം മൈതാനത്തെ ഗസ്റ്റ് ഹൗസ് ഇതനുസരിച്ച് പുതുമോടിയിൽ എത്തുകയാണ്. കെട്ടിടത്തിന്റെ പുതിയ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് മേൽക്കൂരയും നന്നാക്കി നവീകരിച്ചു. പെയിന്റിംഗും കഴിഞ്ഞു. ഇന്റീരിയർ പണികളും അവസാനിക്കാറായി. കോൺഫറൻസ് ഹാൾ അടക്കമുള്ളവയിലെ ഇലക്ട്രിക്കൽ പണികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓപ്പൺ ഏരിയകളും പണി പൂർത്തിയായി. 1,70 ലക്ഷം രൂപയുടെ പദ്ധതി ടൂറിസം വകുപ്പാണ് നിർവഹിക്കുന്നത്. പത്തനംതിട്ട ഗസ്റ്റ് ഹൗസിലും പണി പൂർത്തിയാക്കി ഭാഗികമായി പ്രവർത്തനത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പെയിന്റിംഗ്, മറ്റ് അറ്റകുറ്റപ്പണികൾ, വൈദ്യുതീകരണം, പ്ലംബിംഗ് ജോലികൾ എന്നിവ കഴിഞ്ഞു. ടോയ്ലറ്റുകൾ നവീകരിച്ചു. പുതിയ ടൈലുകൾ പാകിയിട്ടുണ്ട്. കതകുകളുടെയും ജനലുകളുടെയും കർട്ടൻ ക്രമീകരണവും പൂർത്തിയായി. ഗസ്റ്റ് ഹൗസ് ലാൻഡ്സ്കേപ്പിംഗും പൂന്തോട്ടവും മനോഹരമാക്കി. 1,17 ലക്ഷം രൂപയുടെ പണി ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർവഹണം നടത്തുന്നത്. ഇടുക്കിയിൽ മൂന്നാർ ഗസ്റ്റ് ഹൗസിന്റെ നവീകരണവും നടന്നു. അറ്റകുറ്റപ്പണികളും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പണികളും പൂർത്തിയായി. ലാൻഡ്സ്കേപ്പിംഗും കഴിഞ്ഞു. അഡീഷണൽ അക്കോമഡേഷനായി ചെയ്യുന്ന പുതിയ മുറികളുടെ പണി നടക്കുകയാണ്. മൂന്നാറിൽ ദേവികുളം ഗസ്റ്റ് ഹൗസിന്റെയും നവീകരണം പൂർത്തിയായി. ലാൻഡ്സ്കേപ്പിംഗും കഴിഞ്ഞു. ബ്രിട്ടീഷ് കാല നിർമ്മിതിയായ ഗസ്റ്റ് ഹൗസിന്റെ തറ തടി പാകിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇളക്കി മാറ്റി പുതിയ തടി പാകിയിട്ടുണ്ട്. ഇതിനുമേലുള്ള പോളിഷിംഗും പൂർത്തിയായി കഴിഞ്ഞു. ഇടുക്കി യാത്രീ നിവാസിന്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും പുരോഗമിക്കുകയാണ്. നടപ്പാതകൾ, റോഡുകൾ, ലാൻഡ്സ്കേപ്പിംഗ് പണികൾ എന്നിവ പുരോഗമിക്കുന്നു. 3 പദ്ധതികൾക്കുമായി 8,82 ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പ് ചിലവഴിക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ അവിസ്മരണീയമായ സംഭവങ്ങൾക്കും പ്രമുഖരുടെ കൂടിക്കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ച 120 വർഷം പഴക്കമുള്ള തൃശൂർ രാമനിലയത്തിന്റെയും നവീകരണം പൂർത്തിയായി. 2 കോടിയോളം രൂപ ചിലവിട്ട് ടൂറിസം വകുപ്പാണ് രാമനിലയത്തിലെ പൈതൃക ബ്ലോക്ക് പഴമയുടെ പ്രൗഢി ചോരാതെ നവീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലും പണി തുടരുകയാണ്. പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞു. ടോയ്ലറ്റുകളുടെ പ്ലംബിംഗും കഴിഞ്ഞു. ടൈൽസ് ഇട്ടു. പെയിന്റിംഗും പൂർത്തിയായി. താഴത്തെ നിലയിൽ അടുക്കള, ഡൈനിങ് ഹാൾ, ഫർണിച്ചർ എന്നിവയുടെ പണികൾ നടക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ ഗസ്റ്റ് ഹൗസുകളിൽ ഒന്നാണ് കോവളത്ത് ഉള്ളത്. ഇവിടെ അറ്റകുറ്റപ്പണികളും സമഗ്ര നവീകരണവും പൂർത്തിയായി. ഗസ്റ്റ് ഹൗസ് മുറികൾ ആധുനികവൽക്കരിച്ചു. ടോയ്ലറ്റുകളും പുതുക്കി നവീകരിച്ചിട്ടുണ്ട്. മുറികളുടെ മേൽത്തട്ടിൽ ഫോൾട്ട് സീലിംഗ് പൂർത്തിയാക്കി. ഗസ്റ്റ് ഹൗസിന്റെ പെയിന്റിംഗും ഫർണിച്ചർ പോളിഷിംഗും നടപ്പായി. ഫ്ലോറിംഗ് പണികളും തീർത്തു. യാർഡ് വികസനവും നടപ്പാക്കി. 1,35 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇത്. കോവളം ഗസ്റ്റ് ഹൗസിന്റെ പഴയ കേന്ദ്രീകൃത എയർ കണ്ടീഷനിംഗ് സംവിധാനം പൊളിച്ചുമാറ്റി പുതിയ എയർ കണ്ടീഷനിംഗ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. 67 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രവൃത്തി തുക.